പി കെ ബഷീർ സീറ്റിലിരിക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കിട്ടില്ല. അല്ല അങ്ങനെ പറയില്ലേ? നോ ഫ്ലോർ ഓർഡർ ആക്കണം. അദ്ദേഹം മുതിർന്ന അംഗമാണ്. നിങ്ങളുടെ ലീഡർക്ക് LOPക്ക് സംസാരിക്കാൻ നിങ്ങൾ തന്നെ അവസരം കൊടുക്കണം. നിങ്ങൾ തന്നെ ഫ്ലോറിൽ ഇറങ്ങിയാണെന്നല്ലോ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കൺക്ലൂഡ്. യെസ്, ഞാൻ പറയുന്നത് 20 പോലീസിനെ സ്റ്റീൽ ബോംബ് എറിഞ്ഞിട്ട് 20 വർഷം കോടതി തടവിന് ശിക്ഷിച്ച ക്രിമിനലിനെ 1 മാസം തികയുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം പരോൾ കൊടുത്ത് അയാളെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ്, സംഘർഷഭരിതമായ സ്ഥലത്ത്. അതിൽ അടിയന്തര പ്രാധാന്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സഭ കൂടുന്നത്? അവതരിപ്പിക്കൽ അദ്ദേഹം പറയട്ടെ, ക്ലാരിഫൈ ചെയ്യട്ടെ. ഈ പരോൾ അനുവദിക്കുന്നത്, പരോള് തടവുകാർക്ക് അനുവദിക്കുന്നതാണ്. അത് നിയമവും ചട്ടമൊക്കെ അനുസരിച്ചാണ് അനുവദിക്കുന്നത്. അനുവദിച്ചത് അവസാനം അനുവദിച്ചത് 8/1/2026 8/1. സാർ, അത് കഴിഞ്ഞ് സഭ ഇവിടെ 4-5 ദിവസം ചേർന്നു. 22-ാം തീയതി, ജനുവരി 22-ാം തീയതി ഇത്ര അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ നോട്ടീസ് കൊടുക്കായിരുന്നു. നോട്ടീസ് പോലും കൊടുത്തില്ല. അന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ സഭയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ ഇപ്പോ വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അവർക്ക് ഇത് ഉന്നയിക്കണമെങ്കിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല സാർ, സർക്കാരിന് വിരോധമില്ല. അപ്പോ നേരത്തെ ഈ വിഷയം ഉണ്ടായിട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളതാണെന്ന് തോന്നിയിരുന്നെങ്കിൽ 22 നോട്ടീസ് കൊടുക്കായിരുന്നല്ലോ. ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും അന്ന് തയ്യാറാവാതിരുന്ന ആളുകൾ ഇപ്പൊ ദാരിദ്ര്യം കൊണ്ടാണ് സാർ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇവർ പറയുമ്പോ എല്ലാം പറയണല്ലോ സാർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചീറ്റിംഗ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ശിക്ഷാളവ് കൊടുത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനറിയാം ഈ വിഷയം ചർച്ചയ്ക്ക്. നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. യെസ്, ശ്രദ്ധ ക്ഷണിക്കൽ. ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷങ്ങൾക്കെല്ലാം അറിയാം ഈ വിഷയം ഫ്ലോറിൽ വരില്ല. അതുകൊണ്ടാണല്ലോ പ്രിന്റഡ് പ്ലക്കാർഡ്. എങ്ങനെയാണ് പ്രിന്റഡ് പ്ലക്കാർഡ്? ഇവിടെ വല്ല മെഷീനറി ഉണ്ടോ? ഇവിടെ ഒരു മെഷീനറി ഇല്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നോക്കൂ. നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ അതിൽ വരികൾ മാറ്റാം. നോക്കൂ, ബഹുമാനപ്പെട്ട LOP നോക്കൂ. നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ. തന്നെ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ കഴിയില്ല. പകരം ഒരു സഭക്കകത്ത് റൊക്കസ് ഉണ്ടാക്കുന്നത്. ഓർഡർ. ശ്രീ K. ബാബു നെന്മാറ, ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടില്ല എന്ന വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വളരെ നേരത്തെ പ്രിന്റ് ചെയ്തിട്ടുള്ള പ്ലക്കാർഡുമായി ഈ സഭയെ നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന രൂപത്തിലേക്ക് വന്ന് ഇവിടെ ബഹളം സൃഷ്ടിക്കുന്നത്. സാർ, ഇത് നിരന്തരമാണ്. സാർ, ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല സാർ. അതിന് പകരം നിരന്തര ബഹളമുണ്ടാക്കുകയാണ് സാർ. അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് സാർ. എന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പറയാം. അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ അതിദാരിദ്ര്യമാണ് സാർ. അതുകൂടെ പരിഹരിക്കപ്പെടുകയാണ്. 17 അടിയന്തര പ്രമേയമാണ് ഈ സഭയ്ക്കകത്ത് ചർച്ച ചെയ്തത്. അതെല്ലാവർക്കും അറിയാം സാർ. എന്റെ വിഷയം ഇതാണ്. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ്, ലേ ഔട്ട് അപ്രൂവലിനുമുള്ള സ്ക്രൂട്ടിനി ഫീസ് എന്നിവയുടെ നിരക്ക് 10/4/2023 മുതൽ പ്രാബല്യത്തിൽ വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. സാർ, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീസാണെങ്കിലും സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ വരുമാനം പോലും ലഭ്യമായിരുന്നില്ല അത്തരത്തിൽ ഫീസ് വർധനവിലൂടെ. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ വർദ്ധിപ്പിച്ച ഫീസ് തങ്ങൾ വാങ്ങില്ലെന്ന് തീരുമാനിച്ചും ഇരുന്നു. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കെട്ടിട നിർമ്മാണ ഉടമകളിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും ഫീസ് വർധനവ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. സാർ, ജനപക്ഷ സർക്കാർ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വർധനവിന്റെ 60% പിൻവലിച്ചുകൊണ്ട് 1/8/2024 മുതൽ
പ്രാബല്യത്തിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു. 10/4/2023 മുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന നിരക്ക് പ്രകാരം അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ് എന്നിവ ഒടുക്കിയവർക്ക് നിശ്ചയിച്ച നിരക്കിനേക്കാൾ അധികം ഈടാക്കിയ തുക തിരികെ നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ ലഭ്യത അനുസരിച്ച് പരമാവധി നേരത്തെ, എന്നാൽ 2025 മാർച്ച് 31 മുൻപായി അധികമായി ഈടാക്കിയ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസും തിരികെ നൽകേണ്ടതാണെന്നും സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു. സാർ, സമയത്തിനകം അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്നവരുടെ ആവശ്യം പരിഗണിച്ച് സംസ്ഥാന സർക്കാർ റീഫണ്ടിനുള്ള നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയപരിധി 30/9/2025 വരെ പിന്നീട് ദീർഘിപ്പിച്ച് നൽകിയിരുന്നതാണ്. സാർ, അപേക്ഷകർക്ക് തിരിച്ചു നൽകേണ്ട തുക കൈവശം വെച്ചിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ലെന്നിരിക്കെ പല തദ്ദേശ സ്ഥാപനങ്ങളും സെക്രട്ടറിമാരും അധികമായി ഈടാക്കിയ പെർമിറ്റ് ഫീസ് നാളിതുവരെ തിരിച്ചു നൽകിയിട്ടുമില്ല.